പക്ഷേ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കി ബ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോൾ ഉള്ളത് മരത്താക്കരയുള്ള ടാറ്റ ഹൈസനിലാണ് കേട്ടോ. നമുക്ക് 2025 വരുമ്പോൾ ടാറ്റ ടിയാഗോ കുറച്ച് അപ്ഡേഷനുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാഹനത്തിന്റെ വിശേഷമായിരിക്കും എന്ന്. അപ്പോൾ ആ ഒരു വാഹനത്തിന്റെ വിശേഷത്തിലേക്ക് പോവല്ലേ ഓരേ. ടാറ്റ ടിയാഗോ 2025 വരുമ്പോൾ എന്തൊക്കെയാണ് അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മഞ്ജു മാഡത്തിനോട് ചോദിക്കാം. മഞ്ജു മാഡം നമസ്കാരം. ഹായ് അബു. ഹായ്, വെൽക്കം ടാറ്റ ഹൈസൺ മരത്താക്കര. താങ്ക് യു. മഞ്ജു മാഡം, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 2025 വരുമ്പോൾ ടാറ്റ ടിയാഗോ എന്ന് പറഞ്ഞ ഈ ഒരു വാഹനത്തിൽ എന്തെല്ലാം അപ്ഡേഷനുകളാണ് ടാറ്റ കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പോൾ നമുക്ക് 2025 ടാറ്റ ടിയാഗോ ഫേസ് ലിഫ്റ്റോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇത് ടാറ്റ അഭിസംബോധന ചെയ്യുന്നതിന് ചിൽഡ് കാർ എന്നുള്ള രീതിയിലാണ് അഭിസംബോധന ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമുക്ക് അപ്പോൾ ഇത് നോക്കി നമുക്ക് അറിയാൻ പറ്റും, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അപ്പർ ഗ്രിൽസും ലോവർ ഗ്രിൽസും നമുക്ക് കാണാൻ സാധിക്കുന്നു. ന്യൂ വേർഷൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വേരിയന്റ് നമുക്ക് XT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരാം. ഏകദേശം 3ാമത്തെ വേരിയന്റ് ആണ് നമുക്ക് ടിയാഗോയിൽ വരുന്നത്. ഇത് നമുക്ക് 6.29 ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ XT എന്ന് പറഞ്ഞ വേരിയന്റിൽ വരുമ്പോൾ ഹൈലോജൻ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ ടോപ്പിലേക്ക് XZ എന്ന് പറഞ്ഞ വേരിയന്റിൽ വരുമ്പോൾ നമുക്ക് പ്രൊജക്ടർ LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അതുപോലെ LED DRLs വരുന്നുണ്ട്. ഫോഗ് ലാംപ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ വേരിയന്റും ഒരു 3ാമത്തെ വേരിയന്റ് XT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് നമുക്ക് വരുന്നത്. എന്ന് പറയുന്നത് ഓഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. തീർച്ചയായിട്ടും കളർ ഒരു രക്ഷയില്ല, അടിപൊളി കളർ കേട്ടോ. ഇതുപോലെ തന്നെ ഒരു സൂപ്പർനോവ കോപ്പർ എന്ന് പറഞ്ഞ കളർ നമുക്ക് സെക്കൻഡിൽ നമുക്ക് വേറെ കളറും കൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇതിലേക്ക് വരാണെങ്കിൽ നമുക്ക് 14 ഇഞ്ചിന്റെ ഹൈപ്പർ സ്റ്റൈൽ വീലാണ് വരുന്നത്. ഡ്യുവൽ ടോണിലാണ് വരുന്നത്. അതുപോലെ നമുക്ക് പിയാനോ ബ്ലാക്കിൽ നമുക്ക് മിറേഴ്സ് വരുന്നുണ്ട്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറേഴ്സ് ആണ് നമുക്ക് ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സെയിം ബോഡി കളർ തന്നെയാണ് ഈ വേരിയന്റിൽ നമുക്ക് ഡോർ ഹാൻഡിൽ വരുന്നത്. ഈ സൈഡിലാണ് നമ്മുടെ ഫ്യൂൽ ടാങ്കിന്റെ ഓപ്പൺ വരുന്നത്. ഇതിൽ നമുക്ക് ഒരു 35 ലിറ്റർ ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് കേട്ടോ. മൈലേജ് നമുക്ക് കമ്പനി മൈലേജ് പറയുന്നത് 22 മൈലേജ് ആണ്. അഫോർഡബിൾ ആയിട്ട് ഇപ്പോൾ കസ്റ്റമേഴ്സിന് നമുക്കൊരു 18 മൈലേജ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിന്റെ റിയറിലേക്ക് ഒന്ന് വരും കേട്ടോ. റിയറിലേക്ക് വരാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ടെയിൽ ലാംപ്സ് നമുക്ക് വരുന്നുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ ലോഗോ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ നമുക്ക് ഇവിടെയാണ് ഇൻബിൽഡ് ആയിട്ടിരിക്കുന്നത്. മുകളിലേക്ക് പോകണമെങ്കിൽ ബ്രേക്ക് ലൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. വളരെ ബീമിംഗ് ക്ലാരിറ്റിയോടുള്ള ബ്രേക്ക് ലൈറ്റ്സ് അവൈലബിൾ ആണ്. നമുക്കൊരു ആന്റിനും കൂടെ അവൈലബിൾ ആണ്. ഇതിന്റെ ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഷാർഫിനാലിന് അവൈലബിൾ ആണ് കേട്ടോ. മെയിൻ ആയിട്ട് നമുക്ക് XT എന്ന് പറഞ്ഞ വേരിയന്റിലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റാണ് ഹിൽ ഹോൾഡ് കൺട്രോൾ നമുക്ക് ടിയാഗോയിൽ വന്നിരിക്കുന്നത്. നമുക്കിനി ബൂട്ട് സ്പേസിലേക്ക് വരാണെങ്കിൽ 242 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ലഗേജസ് ക്യാരി ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ലഗേജുകൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യാരി ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വാഹനത്തിന്റെ ലെങ്ത് പറയുകയാണെങ്കിൽ 3767 mm ആണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നമുക്ക് 170 mm ആണ് വരിക. വിത്ത് വരുന്നത് 1677 mm ആണ് വരിക. ഹൈറ്റ് 1535 ആണ് വരിക.
ഡോർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡുവൽ ടോൺ കളേഴ്സിലാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ പവർ വിൻഡോ സ്വിച്ചസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. തൊട്ട് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മിറേഴ്സ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്വിച്ചസും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ T ഷേപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ടാറ്റയുടെ 2025 മോഡലിൽ വരുന്നത്. നമുക്ക് ഇല്ലുമിനേറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾ നമുക്ക് അവൈലബിൾ ആണ്. XT എന്ന് പറയുന്ന വേരിയന്റിൽ നമുക്ക് ഹെർമന്റെ 7 ഇഞ്ചിന്റെ സ്റ്റീരിയോ ആണ് വരുന്നത്. 4 സ്പീക്കേഴ്സ് JBLന്റെ അവൈലബിൾ ആണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ക്ലസ്റ്ററിൽ അടങ്ങിയിട്ടുണ്ട്. അതെ അതെ, ഒരുവിധം എല്ലാ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിൽ ഫ്യൂവലിന്റെ ഒരു ലെവല്, അതുപോലെ തന്നെ ഓഡോമീറ്റർ, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സർവീസ് റിമൈൻഡിങ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് USB-യുടെ ഒരു ചാർജബിൾ പോർട്ട് കാണാം. തൊട്ട് താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഫോൺസോ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുമല്ലോ അല്ലെ. കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് വരുന്നുണ്ട്. വന്നിട്ടുണ്ട്. അത്യാവശ്യം ബോട്ടിൽസ് എല്ലാം നമുക്ക് ഇതിൽ സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്റീരിയേഴ്സ് ഡുവൽ ടോൺ ഇന്റീരിയർ ആണ് വരുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് അവൈലബിൾ ആണ്. നമുക്ക് ബാക്കിലേക്ക് വരികയാണെങ്കിൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ നീ ലെങ്ത് ഒക്കെ വളരെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു സീറ്റ്സിന്റെ കളർ അപ്പൊ ഒന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് മെലാങ്കി എന്ന് പറഞ്ഞൊരു ഫാബ്രിക് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ സുഖകരമായിട്ട് ലോങ് ഒക്കെ യാത്ര ചെയ്യാം. ബാക്കിൽ 3 ആൾക്കൊക്കെ വളരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഇരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ലെഗ് സ്പേസ് വളരെ കൂടുതലാണ്. നീ ലെങ്ത് നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് കാലൊക്കെ നല്ല സ്ട്രക്ചർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഡ്രൈവർ സീറ്റ് ഫുൾ ഇങ്ങോട്ട് കയറ്റിയിട്ട് ഇത്ര ഒരു സ്പേസ്. അതെ 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 അതെ. അപ്പൊ റിയറിൽ ഇത്ര കാര്യങ്ങളാണ് വരുന്നത്. അതെ അതെ, റിയറിൽ നമുക്ക് ഇത്ര തന്നെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. നമുക്ക് ടിയാഗോയില് എത്ര കളേഴ്സ് ആണ് വരുന്നത്? അപ്പൊ നമുക്ക് 6 കളറാണ് ഇതിൽ വരുന്നത്. അതുപോലെ നമുക്ക് ഇതിൽ 5 വേരിയന്റ് വരുന്നുണ്ട്. XC, XM, XT, XZ, XZ+, അങ്ങനെ 5 വേരിയന്റ് വരുന്നുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വേരിയന്റ്, ഈ വേരിയന്റ് നമുക്ക് XT എന്ന് പറയുന്ന വേരിയന്റ് ആണ്. XT വേരിയന്റ് അല്ലേ? അതെ. നമുക്ക് ഏറ്റവും ബേസ് വേരിയന്റ് 499 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എക്സ് ഷോറൂം. നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോവാണെങ്കിൽ 729 XZ+ വരുന്നത്. മഞ്ജുവേട, അപ്പൊ ഇത്രയാണ് നമ്മുടെ 2025 ടിയാഗോയുടെ വിശേഷങ്ങൾ. നമ്മുടെ ഈ ഒരു വീഡിയോയില് മഞ്ജുവേടത്തിന്റെ നമ്പർ നമ്മൾ വെക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ടാറ്റ ടിയാഗോ ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കാലോ അല്ലെ? അതെ അതെ, തീർച്ചയായും. അപ്പൊ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് ടാറ്റ ടിയാഗോയുടെ വിശേഷങ്ങൾ പറഞ്ഞെന്ന മഞ്ജു മേഡം, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മുടെ ടാറ്റ ടിയാഗോയുടെ വിശേഷങ്ങളായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.